ഒരു ഉള്ളിവടയുടെ പ്രേമം. ഷുഗറിനെയും പ്രഷറിനെയും കൊളസ്ട്രോളിനെയും ഭയന്ന് എപ്പോഴെങ്കിലും ഞാനൊരു ഉള്ളിവട തിന്നുമല്ലോ. ഇപ്പോൾ ഒരു ഉള്ളിവട തിന്നുവാനൊരു മോഹമല്ലോ. ഒരു ചായയും ഉള്ളിവടയും വാങ്ങിച്ചു കുടിക്കുമ്പോൾ പണ്ടത്തെ ഒരു ചിത്രം മനസ്സിൽ തെളിയുന്നല്ലോ. പണ്ടു ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ചായക്കടയുടെ മുന്നിലൂടെ പോകുമ്പോൾ ഉള്ളിവടയുടെ മണം മൂക്കിലടിക്കുന്നു. ഞാനും എൻ്റെ കൂട്ടുകാരും ഈ മണം മണത്തുകൊണ്ടോടുന്നല്ലോ. ചിലർ പൈസ കൂട്ടി വെച്ചുകൊണ്ട് വാങ്ങിക്കുന്നല്ലോ. ചില പൈസക്കാർ കുട്ടികൾ വാങ്ങിക്കുന്നു. എൻ്റെ ഗ്രൂപ്പിലുള്ളവരും എപ്പോഴെങ്കിലും കാശ് കൂട്ടി വെച്ച് വാങ്ങുമല്ലോ. ഒരു ദിനം ഞങ്ങൾ പൈസ കൂട്ടി വെച്ച് വട വാങ്ങി. ഞങ്ങൾ 5 ആളുണ്ട്. 5 വടയും അടുത്തുള്ള പഞ്ചായത്ത് കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കുവാനായി ക്യൂ സിസ്റ്റത്തിൽ നിന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും ബുക്കും സഞ്ചിയുമെല്ലാം അവിടെയുള്ള പാറപ്പുറത്തങ്ങനെ വെച്ചല്ലോ. അതിനു മുകളിലായി ഉള്ളിവടയും വച്ചല്ലോ. ഞങ്ങളെല്ലാവരും മുഖവും കൈകാലുകളുമെല്ലാം കഴുകി വന്നതും ഞങ്ങളെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടൊരു പട്ടി എവിടെയുണ്ടായിരുന്നല്ലോ. ആ പട്ടി വടയിരിക്കുന്ന കവർ ഒറ്റച്ചാട്ടത്തിനെടുത്തു കൊണ്ടുപോയല്ലോ. അതിൻ്റെ അടുത്ത് നിന്ന് ഒരെണ്ണം വീണുപോയി. അത് ഒരു കാക്കയും എടുത്തു പറന്നുപോയി. ഞങ്ങളെന്താളിപ്പോടെ നിന്നതും എല്ലാം പെട്ടെന്നായിരുന്നല്ലോ. ഞങ്ങളുടെ കണ്ണിൽ നിന്നും വെള്ളം ധാരധാരയായി ഒഴുകി വന്നല്ലോ. എൻ്റെ ഗ്രൂപ്പിൽ ഒരു പെൺകുട്ടിയുമുണ്ടായിരുന്നല്ലോ. അവളുടെ മിഴിയിലും കണ്ടു ഞാൻ ഒരു സങ്കടമാകുന്ന കടൽ. ഒരു കാര്യം ഞാൻ മനസ്സിലുറപ്പിച്ചു. വീട്ടിൽ നിന്നാരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങി നാളെ ഒരു ഉള്ളിവട വാങ്ങിയിരിക്കും. അങ്ങനെ ആത്മവിശ്വാസത്തോടെ ഞാൻ നടന്നകന്നുവല്ലോ. പിറ്റേ ദിവസം ഒരു ഉള്ളിവടയല്ല 2 ഉള്ളിവട വാങ്ങി. ഒന്നെടുത്തു ഞാൻ എൻ കൂട്ടുകാരിക്കും നൽകിയല്ലോ. അപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും ഒരു സന്തോഷക്കണ്ണീർ വന്നുപോയതും ഞാൻ അറിഞ്ഞല്ലോ. ഇപ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന നേരത്ത് ആ പഴയ ചായക്കടയിലേക്ക് കയറിപ്പോയി. അങ്ങനെ ഞാൻ ചായ കുടിച്ചു. ഉള്ളിവടയും തിന്ന് പുറത്തേക്കൊന്നു നോക്കിയപ്പോൾ അതാ കടയുടെ മുന്നിലൂടെ കുടയും ചൂടി ഒരു നാരീമണി മന്ദം മന്ദം നീങ്ങുന്നല്ലോ. ഞാൻ ഒന്നുകൂടി നോക്കിയപ്പോൾ അതെൻ്റെ പണ്ടെൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന പെൺകുട്ടിയാണല്ലോ. അത്ഭുതം! ഞാൻ വേഗത്തിൽ ഒരു 4-5 ഉള്ളിവട പാർസലാക്കി തരുവാൻ പറഞ്ഞു. അത് വാങ്ങി ഞാൻ അവളുടെ അടുത്തേക്ക് പോയി. എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. അവൾ ഇങ്ങോട്ടും ചോദിച്ചു അതുതന്നെ. കുശലാന്വേഷണം കഴിഞ്ഞു ഞാൻ ചായ കുടിക്കുമ്പോൾ പണ്ടത്തെ കാര്യങ്ങൾ ഓർത്തുപോയല്ലോ. അപ്പോഴാണ് അത്ഭുതമെന്നു പറയാമല്ലോ, നീ ഇതിലേ പോകുന്നതു കണ്ടതല്ലോ. നിനക്കു വേണ്ടി ഞാൻ കുറച്ചുള്ളിവട വാങ്ങിച്ചു. നീ അത് സ്വീകരിക്കുമല്ലോ എന്ന് ഞാൻ ചോദിച്ചു. അവളത് വാങ്ങി. നീ തന്നാൽ ഞാൻ വാങ്ങിക്കാതിരിക്കുമോ എന്നവൾ എന്നോട് പറഞ്ഞുപോയി. എങ്കിൽ പിന്നെ കാണാമെന്നവൾ പറഞ്ഞ് മന്ദം മന്ദം നടന്നകന്നു. അവൾ കൺമുന്നിൽ നിന്നു മറയുന്നതുവരെ അവളെ തന്നെ നോക്കി അങ്ങനെ ഞാൻ നിന്നുപോയല്ലോ. അങ്ങനെ ഞാനും തിരികെ നടന്നു. മനസ്സിലൊരു കാര്യം ഉറപ്പിച്ച് ഉറച്ച മനസ്സോടുകൂടി ഒരു നടത്തമങ്ങനെ നടന്നുപോയി.